മോശം എന്ന് പറഞ്ഞാൽ മോശം അഭിപ്രായം നമ്മുടെ ഫഹദ് ഫാസിൽ മറ്റേ പടത്തിൽ പറയില്ല അതേപോലത്തെ ഒരു അവസ്ഥയാണ് ഇന്നുണ്ടായത്. നമ്മളൊരു ഷേക്ക് കുടിക്കാൻ കയറിയപ്പോൾ അവര് പേപ്പറിന്റെ ഒരു സ്ട്രോ തന്നിട്ട് അത് കുടിക്കുന്ന സമയത്ത് അത് ഒടിഞ്ഞു പോയി കഴിഞ്ഞാൽ അത് രണ്ട് പീസ് ആവുമല്ലോ. അപ്പൊ പിന്നെ അതിന്റെ ഒരു പീസ് ഉപയോഗിക്കാനും പറ്റില്ല. അപ്പൊ ചേട്ടാ ഒരു സ്ട്രോയും കൂടി തരുമെന്ന് വെച്ചപ്പോ അതിനെന്താ ഒരാളെ എത്തിക്കും. പിന്നെ അയാളെ കാണാനില്ല. അയാളെ കണ്ടുപിടിക്കാൻ വേണ്ടിട്ട് കുറെ നേരം നോക്കിയിരുന്നു. അങ്ങനെ നോക്കിയിരുന്നു നമ്മുടെ ഷെയ്ക്ക് പാലും വെള്ളം പോലെ ഒന്നിനും കൊള്ളാത്തൊരു സാധനമായി മാറി. ഇതുപോലൊരു ഷെയ്ക്ക് കൂടി ഈ അടുത്ത കാലത്ത് ഉണ്ടായിട്ടില്ല. അത് ഈ ചൂട് കാലത്താണേ. അതാണ് ഏറ്റവും പ്രശ്നം. ഏ അത് പാല് ഈ പാല് ശരിക്കും പോലെ അടിഞ്ഞിട്ട് ഇങ്ങനെ ആവില്ല. ഇത് അടിച്ചിട്ടില്ല ശരിക്കും പോലെ എളുപ്പത്തിന് ചെയ്യുമ്പോൾ നമ്മൾ അടുത്ത പ്രാവശ്യം ഇങ്ങോട്ട് വരില്ല. അതാണ് ഒരു പ്രാവശ്യം നമുക്ക് കിട്ടുന്ന സർവീസാണല്ലോ. നമ്മൾ പിന്നെ ഇങ്ങോട്ട് വരണ വേണ്ട നിശ്ചയിക്കുന്നത്. നമ്മളോട് വന്ന് കയറുന്നത് ഉച്ച സമയത്താണ്. അപ്പോൾ അവര് ഭയങ്കര തിരക്കാണ് അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ പുറത്താണ് നമുക്ക് ഇരിക്കാൻ സ്ഥലം തന്നത്. പുറത്തിരുന്നാലും കുഴപ്പമില്ല. പക്ഷെ പുറത്തിരിക്കുന്ന ആൾക്കാരെ ശ്രദ്ധിക്കേണ്ട, അല്ലെങ്കിൽ പുറത്തിരിക്കുന്ന ആൾക്കാരെ ഇറങ്ങി പോവില്ലേ. ഒരുപാട് നേരം കാത്തിരുന്നുകൊണ്ട് സ്ട്രോയും കിട്ടിയില്ല, ഷെയ്ക്കിന്റെ ടേസ്റ്റും പോയി, ആകെ മൊത്തത്തിൽ അലമ്പായി. അപ്പൊ എനിക്കത് ഭയങ്കര മോശമായിട്ട് തോന്നിയിട്ട് ആ പരിപാടി. ബില്ലടക്കം കാണിക്കണം. അപ്പോഴാണ് അല്ലെങ്കിൽ നമ്മൾ വരെ പറ്റിച്ചു പറയില്ലേ. നമുക്ക് സത്യസന്ധമായിട്ടുള്ള പരിപാടികൾ മാത്രമേ ഉള്ളൂ. ഈ ഒരു സ്ഥാപനം ഞങ്ങൾക്ക് തന്നത് വളരെ മോശം അനുഭവമായിരുന്നു. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇവിടുന്ന് ഇങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ താഴെ എഴുതി അറിയിക്കുക. ഇനി നമ്മൾ ഈ വഴിക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ, ടാറ്റാ ബൈ ബൈ, സി യു.